മറ്റൊരു പ്രധാന വാർത്ത വരുന്നുണ്ട്. കാസർഗോഡ് മൊഗ്രാൽ പെർവാഡിൽ അപകടത്തിൽപ്പെട്ട യുവാവിന്റെ മരണം ചികിത്സാ പിഴവ് മൂലമെന്ന ആരോപണം. ആരിക്കാടി സ്വദേശി ഹരീഷിന്റെ ബന്ധുക്കൾ കുമ്പള സഹകരണ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ആശുപത്രി അധികൃതർ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. അർച്ചന രവീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർച്ചന, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്? അർച്ചന, രാത്രി 11 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. ദേശീയപാതയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. തുടർന്ന് ബൈക്കുകാരനെ അപ്പോഴേക്കപ്പോഴേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന, എന്നാൽ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായാണ് ഇപ്പോൾ നാട്ടുകാരടക്കം രംഗത്ത് വരുന്നത്. അതായത് അത്തരത്തിൽ ഒരു അപകട കാരണം, അതായത് വലിയ സീരിയസ് ആയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആശുപത്രി അധികൃതർ അറിയിച്ചില്ല. മംഗലാപുരത്തേക്ക് ഉൾപ്പെടെയുള്ള ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ചോദിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ യാതൊരു നിർദ്ദേശമോ ആശുപത്രി അധികൃതർ തന്നിരുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. എന്തായാലും ആശുപത്രിക്ക് മുന്നിൽ വലിയൊരു പ്രതിഷേധ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, എന്തായിരുന്നു സംഭവം? ഇന്നലെ രാത്രി ഏകദേശം ഒരു 11:30 മണിക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻറ്റിനെ കൊടുത്തതാണ്. ഹരീഷ് എന്ന് പറഞ്ഞ ആൾ ആക്സിഡൻറ്റ് കേസാണ്. പക്ഷേ വരുമ്പോൾ നല്ല നോർമലായിട്ടാണ് വന്നത്. ആ വന്നതിന് ശേഷം അയാൾ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നല്ല സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഏകദേശം സംസാരിച്ചിട്ട് കുറച്ച് ഇഞ്ചുറി മാത്രം പുറത്തേക്ക് കണ്ടത്. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷം യാതൊരു ഫുൾ ബോഡി ചെക്കപ്പ് അവർ ചെയ്തിട്ടില്ല. ഈ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടില്ല. എല്ലാം മോളത്തെ എല്ലാ ടെസ്റ്റ് ഇത് എല്ലാം നോക്കിയിട്ട് ടെസ്റ്റ് ഇതിലൊന്നും പ്രശ്നമൊന്നുമില്ല നിങ്ങൾ കൊണ്ട്. അപ്പോൾ ഇവർ പിന്നെയും ഒന്നിച്ചിട്ട് സുഹൃത്തുക്കൾ ചോദിച്ചു, ഞങ്ങൾ മംഗലാപുരം കൊണ്ടുപോകുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും എക്സ്ട്രാ സീരിയസ് ആയിട്ടെന്ന് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇതില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവനെ ഇരുത്തിയിട്ട് കുറച്ചൊരു നേരം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവൻ്റെ സുഹൃത്തിനാണ് കണ്ടത് ഇവിടത്തേക്ക് ഒരു ബോണ്ട് അടുത്തേക്കാണ് അടിയുണ്ടായതെന്ന്. അതിനുശേഷം അവരെ പറഞ്ഞിട്ട് ബ്ലഡ് വരുന്നുണ്ട് മാഡം എന്നാണ്. അപ്പോഴാണ് അവർ നോക്കിയത്. നോക്കിയിട്ട് നമുക്ക് ഒരു ചെറിയ ഇഞ്ചുറി ഉണ്ട്, അപ്പോൾ എമർജൻസി സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാനിങ് ചെയ്തു. സ്കാനിങ് ചെയ്തിട്ട് 3 മണിക്കൂറാണ് അവർ സമയം പറഞ്ഞത് റിപ്പോർട്ട് കിട്ടണമെങ്കിൽ. ആ 3 മണിക്കൂർ ഈ പേഷ്യൻ്റ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ നല്ല നോർമലാണ്, എന്താ ഒരു പ്രശ്നമില്ല. അപ്പോൾ അതിന് എന്താ ചെയ്യുന്നത്? അതിനൊന്നും ചെയ്യാനല്ല. നാളെ രാവിലെ ചെറിയൊരു ബോണിനൊരു ചെറിയ പ്രശ്നമുണ്ട്, അത് നാളെ രാവിലെ ഓർത്തോ ഡോക്ടർ വന്നിട്ട് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ശരി, അപ്പോൾ ഇനി വേറെ പ്രശ്നമില്ല കൊണ്ട്. അപ്പോഴും ഇവരും ചോദിച്ചു, ഞങ്ങൾ വേറെ റെഫർ ചെയ്യാൻ വേണ്ട, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഈ ഡോക്ടർ. ആ പറഞ്ഞതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഇയാൾ അവിടെ തന്നെ വീക്ക് ആയിക്കൊണ്ടിരിക്കുക. ഇയാളെ HB ഫുള്ള് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവർ പെട്ടെന്ന് അവർ ഓക്സിജൻ കൊടുത്തു. ഓക്സിജൻ കൊടുത്തിട്ടാകുമ്പോഴും ഈ ഡോക്ടർ പറഞ്ഞിട്ട് ഞാനിപ്പോൾ എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ അവർ നിന്നിട്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ടെസ്റ്റ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഡ്യൂട്ടി ഡോക്ടറാണ് MD. ഈ ഹോസ്പിറ്റലിൽ രാത്രി MD ഡോക്ടറില്ല, കാലി ഡ്യൂട്ടി ഡോക്ടറാണ് ഇരിക്കുന്നത്. ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് ഇവർ പിന്നെ നിർത്തിയിട്ട് കുറച്ച് നേരം ആകുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക് ഇവർ വെന്റിലേറ്റർ ICUലിട്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റിയതിന് ശേഷം ഇവർക്ക് വിളിച്ചിട്ട് വീട്ടിൽ ചെക്കൻ്റെ ഏട്ടനെ വിളിച്ചിട്ട് പറയാം, ഇങ്ങനെ സംഭവമുണ്ട്, ഇത് നിങ്ങൾ പെട്ടെന്നൊന്ന് മംഗലാപുരം കൊണ്ടോ. ആ സമയത്താണ് മംഗലാപുരം കൊണ്ടുപോകാൻ അവർ അപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഇവർ ടോട്ടലി വെന്റിലേറ്ററിൽ ഏകദേശം ഇതായി ബോഡി പോയിട്ടുണ്ട്. അവർക്ക് ഡോക്ടർക്ക് അറിയാം ഇതായിരുന്നു. എന്നിട്ട് ഇവരെല്ലാം ഇവിടെ വന്നിട്ട് രാത്രി ഒച്ച വെക്കുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക് ഇവരെന്താക്കി ആംബുലൻസ് ഇവിടെ ഇല്ലാതെ വന്നിട്ട് കാസർഗോഡ് ആംബുലൻസ് വിളിച്ചു. രണ്ടാമത് ഇവിടെ പോലീസിനെ വിളിച്ചിട്ട് അവർ ചേർത്തു. അപ്പോൾ അവരെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് അവർ സമ്മതിച്ചു. എന്നിട്ട് ഇപ്പോഴാണ് അവർ ഞങ്ങൾ ഓർത്തോ ഡോക്ടറെ തലക്കാണ് ആ ഡോക്ടർ ഇട്ടത്. ഓർത്തോ ഡോക്ടർ ഇപ്പോൾ വന്നിട്ട് പറയാം, അങ്ങനെ എനിക്കൊരു ഇത് തന്നു, ആ റിപ്പോർട്ടിൽ നോർമൽ ഉണ്ടായിരുന്നു, അത് ഞാൻ ട്രീറ്റ്മെൻറ്റ് രാവിലെ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവരെ കയ്യിൽ നിന്ന് വന്ന അപകടനെ അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം പൈ ചേരുന്നത് ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ മുകളിലാണ്, ഈ ചെക്കൻ്റെ കുടുംബത്തിൻ്റെ മുകളിലാണ്. ഇത് ശരിയല്ല. ഇതിപ്പോൾ പോലീസും ഹോസ്പിറ്റലും ഒന്നിച്ച് കൂടിയിട്ടാണ് ഇതിപ്പോൾ കളിക്കുന്നത്. ഇനി ശക്തമായ പ്രതിഷേധമായിട്ട് BJP മുന്നോട്ട് പോകും. ഗുരുതര പിഴവ്, ചികിത്സാ പിഴവ് ആരോപണം തന്നെയാണ് ഇത്തരത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ ഉന്നയിക്കുന്നത്. ആശുപത്രി അധികൃതർ ആരോപണം നിഷേധിക്കുന്നുണ്ട്. എന്തായാലും നടക്കട്ടെ അന്വേഷണം. DMO എടുത്ത് നമുക്ക് റിപ്പോർട്ട് തേടാം. എന്താണ് പറഞ്ഞത് എന്ന് വ്യക്തമായിട്ട് പറയാം. മാത്രമല്ല പ്രതിഷേധം സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ. പ്രതിഷേധിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടല്ലോ.